അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുഅ്മിനിന് 5 വഖത്ത് നിസ്കാരം ഒഴിവാക്കാനാവില്ല എന്ന് നമുക്കറിയാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ കുളിക്കണം, ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. ഇത് രണ്ടിനും വെള്ളം വേണം. വെള്ളം ലഭിക്കാതെ വന്നാൽ തയമ്മും ചെയ്യണമെന്നാണ് നമ്മുടെ മദ്ഹബിലെ നിയമം. എന്നാൽ വെള്ളവും തയമ്മും ചെയ്യാനുള്ള മണ്ണും ലഭിക്കാതെ വന്നാലോ? ചില ആളുകൾ അവർ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ സീറ്റിൽ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ ചുമരിൽ കൈകൊണ്ടടിച്ചുകൊണ്ടോ അതുമല്ലെങ്കിൽ അവർ ഏതെങ്കിലും മരത്തടിയിൽ കൈകൊണ്ടടിച്ചുകൊണ്ടൊക്കെ വുളൂ ചെയ്യുന്നതായിട്ട് അഥവാ തയമ്മും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ശരിയാണോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഷാഫിഈ മദ്ഹബ് പ്രകാരം അതിനുള്ള മറുപടി, അങ്ങനെ ഒരു അഭിപ്രായം നമ്മുടെ ഷാഫിഈ മദ്ഹബിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഷറഹുൽ മുഹദ്ദബിൻ്റെ 2ാമത്തെ വാല്യത്തിലെ 245-ാമത്തെ പേജ് മറിച്ചാൽ ഈ മസ്അല അവിടെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? വെള്ളവും മണ്ണും ലഭിച്ചില്ലെങ്കിൽ, വുളൂ ചെയ്യാൻ വെള്ളവും തയമ്മും ചെയ്യാൻ മണ്ണും ലഭിച്ചില്ലെങ്കിൽ, ഇത് രണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കരുതി നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. അത്തരം സന്ദർഭത്തിൽ വുളൂഉം തയമ്മും ഇല്ലാതെ നിസ്കരിക്കണം. വുളൂഉം തയമ്മും രണ്ടും ഇല്ലാതെ നിസ്കരിക്കണം. പിന്നീട് അനുകൂല സാഹചര്യം വരുമ്പോൾ ആ നിസ്കാരം മടക്കി നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് ഷാഫിഈ മദ്ഹബിലെ മസ്അല. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ സന്ദർഭം വരുമ്പോൾ ഫർള് നിസ്കാരങ്ങൾ മാത്രമാണ് നിസ്കരിക്കാൻ ബാധ്യതപ്പെടുന്നത്. സുന്നത്ത് നിസ്കാരങ്ങൾ ഇങ്ങനെ വുളൂഉം തയമ്മും ഇല്ലാതെ നിസ്കരിക്കേണ്ടതില്ല. ഫർള് നിസ്കാരങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തത് കൊണ്ട്, ഐച്ഛികമായ ബാധ്യതയായതുകൊണ്ടാണ് തയമ്മും വുളൂഉം ഇല്ലെങ്കിലും അഥവാ വെള്ളവും മണ്ണും ലഭിച്ചില്ലെങ്കിലും അത് സമയത്തിൻ്റെ ഹുർമത്ത് മാനിച്ചുകൊണ്ട് അത് നിർവഹിക്കണം, നിസ്കരിക്കണം. പിന്നീട് അനുകൂല സാഹചര്യം വന്ന ഉടനെ ആ നിസ്കാരം മടക്കി നിർവഹിക്കുകയും വേണം എന്ന് പറഞ്ഞത്. അല്ലാതെ കാണുന്ന തടിയിലോ ചുമരിലോ കൊണ്ടുപോയി കൈവച്ച് അടിച്ച് തയമ്മും ചെയ്യുന്ന ഒരു രീതി ഷാഫിഈ മദ്ഹബിലില്ല എന്ന് ഒന്നുകൂടി ഉണർത്തിക്കൊള്ളട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു മസ്അലയുമായി വരുന്നതുവരെ വിടാം. എല്ലാവരും ദുആ ചെയ്യണം. മറ്റുള്ളവർക്ക് ഈ നന്മ നിങ്ങൾ പകർന്നു കൊടുക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു പുണ്യമായി ഭവിക്കട്ടെ. നല്ല നിയ്യത്തോടു കൂടി നിങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ഖാരി ഹനീഫ് അഷ്റഫി മൂത്തടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.